ഈ കഴിഞ്ഞ ഒരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത്ര കണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ വരാൻ പോകുന്ന സീസണിൽ ഒരുപാട് മാറ്റങ്ങൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഒരുങ്ങുന്നത് എന്നിങ്ങനെ തരത്തിലുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു കൃത്യമായ ഒരു ഇനിഷ്യേറ്റീവ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമങ്ങൾ നടത്തിയ പല താരങ്ങളെയും മറ്റ് പല ISL ടീമുകളും ടീമിലേക്ക് എത്തിക്കുന്ന കാഴ്ച നിലവിൽ തന്നെ ഓൾറെഡി ആരാധകർ കണ്ടു കഴിഞ്ഞു. എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഇതുവരെ ഒരു കൃത്യമായ ഇനിഷ്യേറ്റീവ് എടുക്കാതെ നമുക്കറിയത്തില്ല. എങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറിലുള്ള ഒരുപാട് താരങ്ങളുണ്ട്. 2027 വരെയും 2029 വരെയും ഒക്കെ തന്നെ കരാറുള്ള താരങ്ങളുണ്ട്. അതുമാത്രമല്ല 2026 കരാറുള്ള ഒരുപാട് താരങ്ങളുണ്ട്. അതായത് കരാർ അവസാനിക്കുന്ന താരങ്ങളുണ്ട്. എന്നാൽ 2025 കരാർ അവസാനിക്കുന്ന, അതായത് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ കരാർ അവസാനിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലിസ്റ്റിൽ 3 താരങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ താരം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒരു ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 6ഓളം ഗോളുകൾ നേടിയിട്ടുള്ള ക്വാമെ പെപ്രയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISLൻ്റെ 10ാം സീസണിലാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിലനിർത്തുകയില്ല എന്ന് മാർക്കസ് മഗ്ലവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലിസ്റ്റിലെ രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് ഇഷാൻ പണ്ഡിതയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ISLൻ്റെ 9ാം സീസണിൽ ടീമിലേക്ക് എത്തിച്ച താരമാണ് ഇഷാൻ പണ്ഡിത. അത്ര കണ്ട് മികച്ച അവസരങ്ങളൊന്നും താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. വരാൻ പോകുന്ന സീസണോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ കരാർ അവസാനിക്കുന്നതായിരിക്കും. ഈ ഒരു ലിസ്റ്റിലെ മൂന്നാമത്തെ താരമെന്ന് പറയുന്നത് കമൽജിത്ത് സിംഗ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞു പോയൊരു ISL സീസണിൽ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ഗോൾ കീപ്പറാണ് ഇദ്ദേഹം. ISLൽ മറ്റ് പല ടീമുകൾക്ക് വേണ്ടിയും താരം ബൂട്ടണിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ടീമിലേക്ക് എത്തിച്ചെങ്കിൽ പോലും 1-2 അവസരങ്ങൾ മാത്രമേ താരത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ വന്നാലും ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റും ഈ വരാൻ പോകുന്ന സീസണിൽ തീരുന്നതാണ് എന്ന് ഏകദേശം ഉറപ്പാണ്. ഈ ഒരു 3 താരങ്ങളുടെ കോൺട്രാക്റ്റാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാൻ പോകുന്ന 2025 തീരാനായിട്ട് പോകുന്നു. 2026 കോൺട്രാക്റ്റ് തീരുന്ന ഒരുപാട് താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിലുണ്ട്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് നോഹ സദോയും ജേസസ് ജിമിനസ് അങ്ങനെ തുടങ്ങിയ താരങ്ങളാണ്. എന്തൊക്കെ വന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരങ്ങളെ നിലനിർത്താൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.